നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാങ്കുകളിലെ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ. പാലക്കാട് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. വനിതാ ജീവനക്കാരുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയം. കോട്ടായിയിൽ ഗുണ്ടാശൈലിയിൽ വീട് കയറി അക്രമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 10ഓളം പേർക്കായി തിരച്ചിൽ. അക്രമികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആനക്കരയിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നികളുടെ വിളയാട്ടം. ഏക്കർ കണക്കിന് നെൽകൃഷി പന്നികൾ നശിപ്പിച്ചതായി കർഷകർ. കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പലരും കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ബാങ്കുകളിലെ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നും ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K. ശാന്തകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ പദ്ധതിയിലൂടെ മറ്റേത് ബാങ്കിംഗ് സംവിധാനത്തിനും മുന്നിലാണ് കേരള ബാങ്കെന്ന് K. ശാന്തകുമാരി പറഞ്ഞു. വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തന്നെ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്ന ജീവനക്കാരെ അംഗീകരിക്കാനും സംരക്ഷിക്കാനും തയ്യാറാകണം. സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ സംഘടനാ സംവിധാനങ്ങളോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാനും നിങ്ങളും അറിയാതെ തന്നെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളടക്കം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. രാഷ്ട്രീയമായും സാമൂഹ്യമായും അതിലപ്പുറത്ത് സംഘടനാപരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ സാമ്പത്തികമായും നമ്മുടെ നിലനിൽപ്പിന് വരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പൊതുവെ ചർച്ചയുടെ ഭാഗമായി വരുന്നത്. ജില്ലാ പ്രസിഡന്റ് CL പാർവതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV ജോർജ്, ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ്, ജില്ലാ സെക്രട്ടറി A. രാമദാസ്, ജില്ലാ പ്രസിഡന്റ് KC പ്രവീൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP ഷീന, BTEF ജില്ലാ സെക്രട്ടറി P. ബാലൻ, V. പ്രേമകുമാരി, ശ്രുതി എന്നിവർ സംസാരിച്ചു. വനിതാ ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസം ഗുണ്ടാ സ്റ്റൈലിൽ വീട് കയറി അക്രമം നടത്തിയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ പ്രതികൾക്കായാണ് അന്വേഷണം. കൊടുന്തിരപ്പള്ളി സ്വദേശി സാഗർ, മൻസൂറിന്റെ സുഹൃത്തും അയൽവാസിയുമായ ആരിഫ്, കല്ലേക്കാട് സ്വദേശി സിറാജ് എന്നിവർ ഉൾപ്പെടെ 10ഓളം പ്രതികൾക്കായാണ് തെരച്ചിൽ നടത്തുന്നത്. ആക്രമി സംഘം സഞ്ചരിച്ച വാഹനവും വാഹന ഉടമ എടത്തറ 5 മൈൽ സ്വദേശി ഇക്ബാലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലത്തൂർ DYSP K. അശോകന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പിരിയാരി മേപ്പറമ്പ് പ്രദേശത്തുള്ളവരാണ് ആക്രമണ സംഘത്തിലെന്ന് മൻസൂർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആനക്കരയിൽ കാട്ടുപന്നി ശല്യം വ്യാപകം. ഏക്കർ കണക്കിന് സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികൾ പന്നികൾ നശിപ്പിച്ചു. പന്നികൾ ജനങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ആനക്കര തെങ്ങിലവളപ്പിൽ റഷീദിന്റെ വയലിലെ കതിരിടാറായ നെൽച്ചെടികൾ ഉൾപ്പെടെ പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കൃഷി സംരക്ഷിക്കാൻ കെട്ടിയ വലയുൾപ്പെടെ തകർത്താണ് പന്നികൾ കൃഷിനാശം വരുത്തിയത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരാളെ പന്നി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇയാൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. 2 വർഷമായി പന്നിശല്യം മൂലം ആനക്കര, മേപ്പാടം, നയ്യൂർ, പന്നിയൂർ മേഖലയിലുള്ള പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. വർഷത്തോറും പന്നികളുടെ എണ്ണം പെരുകുകയാണ്. ആനക്കര പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. കൃഷിവകുപ്പിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരുവിധ സഹായവും ലഭിക്കുന്നില്ല. പന്നിശല്യം മൂലം പല കർഷകരും ഇത്തവണ കൃഷി ഇറക്കിയിട്ടില്ല. നെൽകൃഷിക്ക് മാത്രമല്ല, പച്ചക്കറികൾക്കും മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങൾക്കുമെല്ലാം ഭീഷണിയാണ് കാട്ടുപന്നികൾ. എത്രയും പെട്ടെന്ന് കാട്ടുപന്നികളുടെ ശല്യം അവസാനിപ്പിച്ച് കൃഷി സംരക്ഷിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പ്രദേശത്തെ കർഷകർ ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്രാവശ്യം അതിൽ കൂടുതലാണ് കാണുന്നത്. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു അറുതി വന്നിട്ടില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ആൾക്ക് ശല്യം, കൃഷിക്ക് ശല്യം, അതൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അധികൃതർ എന്താണ് വേണ്ടൊരു നടപടികളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിഷമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ മാത്രമല്ല, അവിടെ അപ്പുറത്തുള്ള കാണുന്ന എല്ലായിടത്തും ഇവരിറങ്ങുന്നുണ്ട്. രാത്രി പിന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണ് പിന്നെ കാര്യങ്ങൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഞാങ്ങാട്ടിരി UP സ്കൂളിലെ ലൈബ്രറി നവീകരിച്ചു.
വിരമിച്ച അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ലൈബ്രറി ആകർഷകമായി നവീകരിച്ചത്. പ്രശസ്ത സാഹിത്യ നിരൂപകൻ KC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറിയിൽ മികച്ച റീഡിംഗ് റൂം ഉൾപ്പെടെ സജ്ജീകരിച്ച് കൂടുതൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിൽ നവീകരിച്ചത്. വിദ്യാലയത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച അധ്യാപികമാരായ തങ്കമ്മ ടീച്ചർ, ഇന്ദിര ടീച്ചർ, ശകുന്തള ടീച്ചർ, ഉമാദേവി ടീച്ചർ, സാവിത്രി ടീച്ചർ, ലീല ടീച്ചർ, സതി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലൈബ്രറി നവീകരിച്ചത്. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KC നാരായണൻ നിർവഹിച്ചു. ഈ പുസ്തകങ്ങളുടെ ലൈബ്രറി ഇങ്ങനെ അവിടെ ഒരുക്കി വെച്ചാൽ നമ്മുടെ ചുമതല തീർന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ആ ലൈബ്രറിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതിലാണ് ആ ലൈബ്രറിയുടെ വിജയം ഇരിക്കുന്നത്. PTA പ്രസിഡന്റ് CV സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ P അനിൽകുമാർ മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി TK വാണി നന്ദിയും പറഞ്ഞു. മുൻ അധ്യാപികമാരെ ചടങ്ങിൽ ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A കൃഷ്ണകുമാർ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. SSK തൃത്താല പ്രോഗ്രാം കോർഡിനേറ്റർ P ദേവരാജ്, PTA വൈസ് പ്രസിഡന്റ് CP മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗം K മനോജ്, റഷീദ്, മുൻ പ്രധാനാധ്യാപകൻ K ചന്ദ്രൻ, TK സുകുമാരൻ, ബിന്ദു, T സതി, ഉമാദേവി, ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടി 2 NSS കരയോഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഈശ്വര പ്രാർത്ഥന ചെയ്തില്ല. നല്ല പ്രാർത്ഥന ചെയ്തു. ഇവിടെ എനിക്ക് ചെറിയൊരു അഭിപ്രായം തോന്നി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അത് നാരായണീയത്തിലെയോ ഭഗവത്ഗീതയിലെയോ 4 വരിയായിരുന്നെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ 4 വരി ചൊല്ലിയിരുന്നെങ്കിൽ ഒരു നന്നായി മാത്രം നല്ല പ്രാർത്ഥനയാണ് ചെല്ലിയല്ല ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിലുള്ള തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് മാറ്റിയാൽ നന്നാവുന്ന എനിക്കൊരു അഭിപ്രായം. നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചു. P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. KS മോഹനകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ KJ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ ടെലഫോൺ ഡയറക്ടറി പ്രകാശനം ചെയ്തു. ഗായത്രി രാജേഷ് ആചാര്യ അനുസ്മരണം നടത്തി. പുഷ്പലത ടീച്ചർ, R സേതുമാധവൻ മാസ്റ്റർ, ഷിബിൻ VR എന്നിവർ സംസാരിച്ചു. P പ്രദീപ് സ്വാഗതവും മഞ്ജു രാജേഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മുൻ കരയോഗം ഭാരവാഹികളെയും സപ്തതി പൂർത്തിയാക്കിയവരെയും കലാവിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരെയും മുൻ സൈനികരെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റിന്റെ 25ാമത് വാർഷിക സമ്മേളനം കുളപ്പുള്ളിയിൽ നടന്നു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് 25ാം വാർഷിക സമ്മേളനം ചേർന്നത്. ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KA സുനീത അധ്യക്ഷത വഹിച്ചു. ഗോകുൽദാസ് സ്വാഗതവും ഉഷാകുമാരി നന്ദിയും പറഞ്ഞു. ഏരിയ സെക്രട്ടറി P ശ്രീധരൻ സംഘടനാ ക്ലാസ് എടുത്തു. സെക്രട്ടറി T വിലാസിനി റിപ്പോർട്ടും വിജയലക്ഷ്മി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രീത, പുഷ്പ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. 40 വർഷക്കാലം സംഘടനയ്ക്കായി പ്രവർത്തിച്ച 9 മുതിർന്ന തയ്യൽ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലഹരിക്ക് അടിമപ്പെട്ടും കുറ്റകൃത്യങ്ങളുടെയും വഴിതെറ്റുന്ന യുവതലമുറയെ ശരിയായ ദിശയിൽ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓങ്ങല്ലൂരിൽ ഫുട്ബോൾ പ്രീമിയർ ലീഗിന് തുടക്കമാകുന്നു. മഞ്ഞളിലുള്ള മാത് ടറഫിൽ 3 ദിവസങ്ങളായാണ് പ്രഥമ പ്രീമിയർ ലീഗ് നടക്കുക. ലഹരിക്ക് അടിമപ്പെടുകയും കുറ്റകൃത്യങ്ങളിലൂടെ വഴിതെറ്റുകയും ചെയ്യുന്ന യുവതലമുറയെ ശരിയായ ദിശയിൽ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂരിൽ കായികരംഗം സജീവമാക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രദേശത്തെ കായിക താരങ്ങളെ ഉൾക്കൊള്ളിച്ച് ഓങ്ങല്ലൂരിൽ പ്രീമിയർ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നത്. ഓങ്ങല്ലൂർ അൽ ഹിലാൽ സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ക്ലബ്ബ് ഭാരവാഹി കബീർ പറഞ്ഞു. നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ട് അൽ ഹിലാൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് നടത്തുന്ന ഓങ്ങല്ലൂർ പ്രീമിയർ ലീഗാണ്. ഈ ഓങ്ങല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ 160 പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ട് 16 ക്ലബ്ബ് ഉൾപ്പെടുന്ന ഒരു കളിയാണ്. ഇത് ഓങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ എല്ലാ പ്ലേയേഴ്സിനും ഉൾപ്പെടുത്തിയിട്ട് അൽ ഹിലാൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് നടത്തുന്ന പരിപാടിയാണ്. മഞ്ഞളങ്ങ മെഡ് ടർഫിൽ വെച്ചിട്ടാണ് അത് ഈ വരുന്ന
27, 28, 29 ദിനങ്ങളിലാണ് നടക്കുന്നത്. മറ്റേ അത് ഇതിന്റെ ഇതിന്റെ കളി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അജണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ ചാരിറ്റി പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോട്ട് പോയിട്ട് അതിനുള്ള ഫണ്ട് ഗ്രൂപ്പിലായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഉൾപ്പെടുത്തി വരുന്നത്. ആദ്യ സീസണിൽ 16 ടീമുകളിലായി 160ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഇതിന്റെ ഭാഗമായി കാരക്കാട് താരലേലം സംഘടിപ്പിച്ചു. 27, 28, 29 തീയതികളിലായി മഞ്ഞളങ്ങലിലുള്ള മഡ് ടർഫിലാണ് കാൽപന്ത് കളി മത്സരം നടക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നടുവട്ടം ജനത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് യുവത ചെമ്പ്ര AMLP സ്കൂളിൽ തുടങ്ങി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ ജീവിതത്തിൽ ഇനി ഇത്രയും നീണ്ട ദിവസത്തേക്കൊരു അവസരം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ കൂടുതൽ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ കൂടെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അഭ്യസിക്കാൻ പോകുന്ന സമയത്ത് കുറഞ്ഞ നമ്മുടെ റൂംമേറ്റ്സിന്റെ കൂടെയൊക്കെ അവസരങ്ങൾ കിട്ടാം. നമ്മൾ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ചു നിന്ന ഒരു ടീമിന്റെ കൂടെ 7 ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ അത്യപൂർവമായ അവസരമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം MP സതീദേവി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം അസീന, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് VTA കരീം, സ്വാഗത സംഘം ചെയർമാൻ TP നാസറുദ്ദീൻ, TP സൈനുദ്ദീൻ, KP ഖാലിദ്, K ഫാത്തിമ, CV രാധിക, സക്കീർ കൈപ്പുറം, K ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ S ജൂഡ് ലൂയിസ് സ്വാഗതവും ക്യാമ്പ് ലീഡർ അനാമിക നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാഷയും താളവും എന്ന പരിപാടിയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ച് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥയുണ്ടായി. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് ചെമ്പ്ര AMLP സ്കൂളിൽ വെച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് 2024 സ്പെഷ്യൽ ക്യാമ്പിന്റെ മുദ്രാവാക്യം. ഇതിനോടനുബന്ധിച്ച് സുഹൃത കേരളം സൃഷ്ടിപരതയിലൂടെ മൂല്യനിർമ്മാണം, സ്നേഹ സന്ദർശനം, ഡിജിറ്റൽ ലിറ്ററസി, സത്യമേവ ജയതേ, കൂട്ടുകൂടി നടക്കാൻ എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് 25-ാം തീയതി ക്രിസ്മസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് അവധിയായിരിക്കും. ശേഷം 26-ാം തീയതി സമാപന സമ്മേളനത്തോടു കൂടിയാണ് ക്യാമ്പ് അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി കല്ലേക്കാട് VMUP സ്കൂളിൽ ബിഗ് ബാനർ നിർമ്മിച്ചു. പ്രധാനാധ്യാപിക KM നയന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷയുടെ മഹത്വവും സംഭാവനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബിഗ് ബാനറിന്റെ നിർമ്മാണം. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. അറബി അധ്യാപകൻ MK ഷെയ്ഫുള്ള മാസ്റ്റർ ബാനറിനെ കുറിച്ച് വിശദീകരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി R സത്യൻ മാസ്റ്റർ, SRG കൺവീനർ KM ശുഭ ടീച്ചർ, KC രൂപ ടീച്ചർ, KC ബ്രിജിലി ടീച്ചർ, വൈശാഖ് മാസ്റ്റർ, വിഷ്ണു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല ദാറുൽ അബ്രാർ അഗതി മന്ദിരത്തിലെ 2 യുവതികൾ ഞായറാഴ്ച വിവാഹിതരായി. സ്ഥാപനത്തിൽ നടക്കുന്ന 14ാമത്തെ വിവാഹകർമ്മത്തിനാണ് അഗതി മന്ദിരം സാക്ഷ്യം വഹിച്ചത്. അഗതി മന്ദിരത്തിൽ താമസിച്ച് പഠിച്ചു വളർന്ന 2 യുവതികൾക്ക് കൂടി ജീവിതപാതയൊരുക്കുകയാണ് പത്തിരിപ്പാല നഗരിപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന ദാറുൽ അബ്രാർ അനാഥ അഗതി മന്ദിരം. പത്തിരിപ്പാല സ്വദേശി സബീനയും മണ്ണൂർ കോട്ടക്കുന്ന് സ്വദേശി ഷെയ്ഫുദ്ദീനും മഞ്ചാടി സ്വദേശി റാഷിനയും ഇതേ പ്രദേശത്തുകാരനായ ഷെരീഫുമാണ് വിവാഹിതരായത്. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടി വിവാഹകർമ്മത്തിന് നേതൃത്വം നൽകി. V എസിക്കുട്ടിയാജി ആമുഖ പ്രഭാഷണം നടത്തി. ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥന ചൊല്ലി. ജനറൽ സെക്രട്ടറി V എസിക്കുട്ടിയാജി, AK ഹംസ ഹാജി, CM അബ്ദുൾ ബഷീർ ഹാജി, പത്തിരപ്പാല PV സയ്യിദ് ഹാജി, സുലൈമാൻ ദാരിമി കോണിക്കഴി, AVM ബഷീർ, ജാബിർ ഫൈസി, KV ഷർഫുദ്ദീൻ, മുഹമ്മദ് ഹാജി ചാവക്കാട്, PA ഷൗക്കത്ത് അലി, PK മുത്തലീബ് മൗലവി, ഷരീഫ് മണ്ണൂർ, ഹംസ ലത്തീഫി, അസൻകുട്ടി, PM യൂസഫ്, മുനീർ, ഇസ്മായിൽ, മൊയ്തുപ്പം മുസ്ലിയാർ, കുഞ്ഞിബാബ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മഹല്ല് ഭാരവാഹികൾ, രക്ഷിതാക്കൾ, മഹല്ല് സംഘടനാ നേതാക്കൾ, പരിസരവാസികൾ എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയകുളം ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നിറമാല ഉത്സവത്തോടനുബന്ധിച്ച് ഹരേകൃഷ്ണ ഭജൻസിൻ്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ഭദ്രദീപം കൊളുത്തിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാധ ടീച്ചർ, സുന്ദരി പത്തായത്തിൽ, ഗുരുസ്വാമി, ശോഭ,
മാധവി തൃക്കങ്ങോട് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വിഷ്ണു സഹസ്രനാമജപം, ജ്ഞാനപ്പാന, വിഷ്ണുസ്തുതി എന്നിവയുണ്ടായി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സോപാന സംഗീതം, സംഗീത കച്ചേരി, കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമ പാരായണം, തിരുവാതിരക്കളി തുടങ്ങി വിവിധ പരിപാടികൾ ഉണ്ടാകുമെന്ന് ഹരേ കൃഷ്ണ ഭജൻസ് അറിയിച്ചു. ഹരേ കൃഷ്ണ ഭജൻസ് ചെയർമാൻ മനുചന്ദ്രൻ, ട്രഷറർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാങ്കുകളിലെ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ. പാലക്കാട് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. വനിതാ ജീവനക്കാരുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയം. കോട്ടായിയിൽ ഗുണ്ടാശൈലിയിൽ വീട് കയറി അക്രമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 10ഓളം പേർക്കായി തിരച്ചിൽ. അക്രമികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആനക്കരയിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നികളുടെ വിളയാട്ടം. ഏക്കർ കണക്കിന് നെൽകൃഷി പന്നികൾ നശിപ്പിച്ചതായി കർഷകർ. കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പലരും കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.